അസ്സലാമു അലൈക യാ നൂറസ്സബാഹ്. വുളൂഇന്റെ ഫർളുകളിൽ മൂന്നാമത്തേത്. വുളൂഇന്റെ ഫർളുകളിൽ മൂന്നാമത്തെ. വുളൂഇന്റെ ഫർളുകൾ 6 പറഞ്ഞല്ലോ അല്ലേ? 6 പറഞ്ഞേ? അതെ. ഒന്ന് നിയ്യത്ത് ചെയ്യുക. 2 മുഖം കഴുകുക. 3 ഗസ്ലു യദൈഹി 2 കൈകളെ കഴുകുക. കൈകൾ കഴുകുക. മിൻ കഫൈ കയ്യെന്ന് പറയുമ്പോ എവിടെറ്റെന്ന നമ്മള് വേർതിരിച്ചു വരുമ്പോ മുൻകയ്യ്, തണ്ടം കയ്യ്, മൂന്നായിത്തിരിക്കും. ഒന്ന് മുൻകയ്യ്, തണ്ടം കയ്യ്, തോളം കയ്യ്. ഇതിങ്ങനെ മുട്ട് തോള് എന്നൊക്കെ പറയും. അങ്ങനെ വേർതിരിഞ്ഞ സ്ഥലമായിട്ട് മുട്ട്. അപ്പോ ഇവിടെ കയ്യ് കഴുകണം എന്ന് പറഞ്ഞത് ഏത് കയ്യാണ്? മുൻകയ്യും തണ്ടം കയ്യും കൂടി ചേർന്നതിനാണ് കയ്യ് എന്ന് പറയുന്നത്. അതൊക്കെ കപ്പൈഹി വതിറായി 2 തണ്ടം കൈകളും മുൻകയ്യും ഒഴികെ. ബിക്കുല്ലി മിർഫക്കിൻ 2ന്റെയും മുട്ടോട് കൂടെ കഴുകണം. മുട്ട് എല്ലാരും ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ്. മുട്ട് വരെയാണ്, പക്ഷെ മുട്ട് പറഞ്ഞാല് ഇവിടെ ഇങ്ങനെ പെടണം. ഇതിപ്പോ നമ്മളെ കയ്യിന്റെ തീ പെട്ടതാ, ഗായത്ത് മുഗയ്യയിൽ പെട്ടതാണെന്നാണ്. അപ്പൊ അറ്റം വരമ്പേ, നിങ്ങൾക്ക് പറമ്പിന്റെ അറിയില്ലേ? മേലെ പറമ്പാണെങ്കിൽ താഴെ ഭാഗം നമ്മളാണ് കെട്ടേണ്ടത്. ഉണ്ടാവും ഇവിടെ വേണമെന്ന്, ഇവിടെ നനയണമെന്ന്, ഇതിന്റെ ബാക്കേ വരെയാണ്. അപ്പോ ഈ കുപ്പായ കൈ കയറ്റി വെക്കണോര് അല്ലെങ്കിൽ എന്താവും, ഇങ്ങനെ കുപ്പായ കൈ ഇത്ര ഉണ്ടാവും. അപ്പൊ എന്താവും, ഇത് കയറ്റൂല, ഇവിടെ ഇട്ടെങ്ങനെ കേൾക്കും. അവിടെ ഇത്ര മുട്ടോട് മുട്ട് മുഴുവനും കഴുകണം, നനയണം. കഴുകണം, നനഞ്ഞാ പോരാ, കഴുകന്നെ വേണമെന്ന്. അപ്പൊ വെള്ളം കൊണ്ട് ഒലിക്കണായിക്കൂടെ തായോട്ടെ. ലിൽ ആയത്തി, ആയത്തിൽ അങ്ങനെ പകസിലോ ഉജുഹക്കും വൈദിയക്കും എന്ന് പറഞ്ഞില്ലേ? പകസിലോ കഴുകണം, വസല് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? വെള്ളം ഒലിക്കണം, അപ്പളേ ഉള്ളൂ. ഇനി നല്ല ശ്രദ്ധിക്കണം, കയ്യുമ്മല് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കഴുകണം എന്നാ. എത്ര നീണ്ടാലും നമ്മള് മുഖത്തുള്ള മുടികളെ പറഞ്ഞു മീശങ്ങനെ 5 കിലോമീറ്റർ ഉണ്ടെങ്കിലും കഴുകണം എന്ന് പറഞ്ഞല്ല അന്ന് നമ്മള്. നിങ്ങളുണ്ടായിട്ട് ചെന്നല്ലേ ആ താട്ടാണ്. ഇനിയിപ്പോ കയ്യുമ്പോ ഒരാൾക്ക് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങനെ ഒരു വിരലിന്റെ ഒരു സാധനങ്ങൾ നീണ്ടുണ്ടായിക്കണേ, എന്ത് ചെയ്യേണ്ടി വരും? കഴുകേണ്ടി വരും. അതിന്റെ അറ്റം വരെ കഴുകണം. അവന് കയ്യുമ്പോ രോമൊക്കെ ഉണ്ടെങ്കിൽ എന്താണോ വലുതായിട്ട് തന്നെ കഴുകേണ്ടി വരും. അതന്നി പറഞ്ഞു. നല്ല ശ്രദ്ധിക്കണം, നിർബന്ധമായും കഴുകേണ്ട സ്ഥലങ്ങളിലുള്ള എല്ലാത്തിനെയും കഴുകണം. നിർബന്ധമായ സ്ഥലം നമ്മൾ പറഞ്ഞു ഈ കയ്യ്, ഈ തണ്ടം കയ്യ്, മുട്ട് ഉൾപ്പെടെ. അപ്പൊ ഇവിടെ മുട്ട് മുതൽ ഈ വിരലിന്റെ അറ്റം വരെ ഉള്ളേ. അപ്പൊ ഒരാൾക്ക് നഖം ഇങ്ങനെ പൂര നഖണ്ട്, ഹലോ അതിന്റെ അറ്റം പുള്ളു കഴുകേണ്ടി വരും. അതൈമുള്ളതാണ്. മിൻ ഷായിരിൻ രോമങ്ങള്, മുടികള്, വളുഫിരിൻ നഖവും, വൈൻ തോല അതെത്ര നീണ്ടിട്ടുണ്ടെങ്കിലും ശരി. ഗിന്നസിൽ പേരിട്ടാൻ വേണ്ടിട്ടേ നഖം നീട്ടിയിട്ടുണ്ടാവും ചിലപ്പേ. വെട്ടല് സുന്നത്താണ്. ചില ആൾക്കാർ എന്ത് ചെയ്യും, 2 നിർത്തും. സുന്നത്തിട്ടോ 2 നഖം വെട്ടാതിർത്ത് ബാക്കിയൊക്കെ വിട്ടും. നഖം വെട്ട് വന്ന് കെട്ടണം, ഫുള്ള് കെട്ടണം, അപ്പോഴേക്ക് വിട്ടുള്ളൂ. ഫുള്ളോട്ട് അല്ലെങ്കിൽ ഉതിർവാണ്. അപ്പൊ അയാളിങ്ങനെ നുള്ളണ ജോലിയാണ് വെക്കുക. വെറ്റിലുള്ള അറിയില്ലേ? അയാളിപ്പോ നഖമൊക്കെ വെട്ടിക്കാണ്ട് വെറ്റിലുള്ള പോയാൽ എന്താവും? വെറ്റില മുറിയോ? അയാളിങ്ങനെ പിടിച്ചിക്കാണ്ട് വൈകുന്നേരം അവളിങ്ങനെ ആക്കേണ്ടി വരുന്നല്ലാതെ. അതിന് പകരം ചിലരെന്താവും, നുള്ളി ഉണ്ടാക്കും. നുള്ളി കേൾക്കാൻ തിരി. ഞാൻ എന്ത് കാട്ടാൻ, ഒരു കർഷക കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയോണ്ടല്ലോ ഇപ്പൊ ഇതൊക്കെ പഠിഞ്ഞത്. ആ വെറ്റിലുള്ളതുണ്ടാവും ഒരു നഖത്തിന്റെ മാതിരി സാധനം ഉണ്ടാവാണ്ട് വെക്കല. അതെന്താവും, വെച്ചാലേ വെട്ട. ഓക്കെ, കുഴപ്പമില്ല. ഇനി അതില്ലെങ്കിൽ എന്താവും, ഈ നഖാണ് വിട്ടും. അവര് ജോലിയാണ്. അവര് ഏറെ നിൽക്കണോടും വിട്ടും. കുറേണ് വലുതാവുമ്പോ കുറച്ച് ചെറുതാക്കി ഇടുന്നുണ്ടാകുന്നു, കൂർപ്പിച്ചൊക്കെ ശരിയാക്കിയിട്ട് നിർത്തും. അങ്ങനെ വെട്ടി ഇവിടെ അടയാളം ഉണ്ടാവും. ഇതാകുന്നില്ല, വെറുതെ നീട്ടി തന്നെ 2 നഖം, ബാക്കിയൊക്കെ മുറിച്ചിട്ടുണ്ടാവും. എന്നാ കൂലി ഇട്ടൂല, സുന്നത്തിട്ടൂല.
സുന്നത്ത് ഫുള്ള് വെട്ടണം എന്നാണ്. അബ്ദുൽ ദിവസം ചോദിച്ചപ്പോൾ എങ്ങനെ വെട്ടേണ്ടത് എന്നാണ്, എവിടുന്നാ തുടങ്ങേണ്ടതെന്നാണ്. പലയിടത്തും തുടങ്ങലുണ്ട്, പലയിടത്തും തുടങ്ങലുണ്ട്. ഇങ്ങനെ ചൂണ്ടുവരലുമ്പോൾ തുടങ്ങണം എന്നാ. വ്യാഴാഴ്ച അസ്തമിച്ച് ഉച്ചയ്ക്ക് ശേഷമേ പാടുള്ളൂ. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുതൽക്ക് ദൂറിന് ശേഷം മുതൽ വെള്ളിയാഴ്ചയുടെ ജുമാന്റെ മുമ്പാണ് അത് ചെയ്യേണ്ടത്, ജുമാക്ക് ശേഷമല്ല. ഏറ്റവും സുന്നത്തായത് അപ്പോഴാണ്. പിന്നെ തിങ്കളാഴ്ച നിൽക്കാൻ പറ്റിയ ആലിമീങ്ങളാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഇത് കഴിയാത്ത ആളുകളെ പറ്റിയ സുന്നത്തിന്റെ കൂലിയ പോകും. സുന്നത്ത് വ്യാഴാഴ്ച എന്താവണം, ഉച്ച കഴിഞ്ഞാല് ജുമാന്റെ മുമ്പ് വെട്ടണം. വെട്ടുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ചൂണ്ടുവരല്, പിന്നെ അതിൻ്റെ അടുത്ത്, പിന്നെന്താവണം, ഇവിടുന്ന് ഇങ്ങനെ അറ്റം വരെ. കാലാണെങ്കിൽ ഒരു തല മുതൽ മറ്റേ തല വരെ റൗണ്ട് ചെയ്തിട്ടാണ് വെട്ടേണ്ടത്. റൗണ്ട് ചെയ്തിട്ടാണ് വെട്ടേണ്ടത്. ഇനി ഇങ്ങനെ അല്ല എന്നും പിന്നെ ഈ വിരൽ മൊത്തം വെട്ടിയിട്ടാണ് ഇത് വെട്ടേണ്ടത്, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. പക്ഷെ പ്രബലമായ അഭിപ്രായം ഇപ്പൊ ഞാൻ പറഞ്ഞതാ, മനസ്സിലാണ്ടോ? ഞാൻ ഇപ്പൊ ഇത് ഇങ്ങനെ എവിടെയെങ്കിലും മറിച്ച് കേട്ടിക്കണേ മുടണ്ടാച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഉണ്ടോ. അങ്ങനെ ഉണ്ട്, അങ്ങനെ നഖംവെട്ടുന്ന വിഷയത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, നമ്മളിപ്പോ കണ്ട സുന്നത്ത് അങ്ങനെയാണ്. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ടുണ്ടാവുക, അങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ഫുള്ള് ഉണ്ടോ. അപ്പൊ എത്ര നീണ്ട നഖമുണ്ടെങ്കിലും അത് കഴുകണം, എത്ര നീണ്ട മുടി ഉണ്ടെങ്കിലും കഴുകണം. അപ്പോ ഇവിടം മുതല് ഇങ്ങനെയാണ്. ഇനി നമ്മളിപ്പോ അത് കഴുകി, ഒന്നാമത്തെ കഴുകലാണല്ലോ ഇപ്പൊ ഫർള് അല്ലേ, ഒന്നാമത്തെ കഴുകലല്ലേ ഫർള്. ആ ഒന്നാമത്തെ കഴുകല് ഇവിടെ കുറച്ച് സ്ഥലം നനഞ്ഞിട്ടില്ലേ, രണ്ടാമതാണ് കഴുകി അപ്പാണ്, അപ്പൊ ലേശം കൂടി ഇവിടെ ബാക്കി, മൂന്നാമതാണെങ്കിൽ ഫുള്ളായി. എന്നാ ശരിയാവോ എന്നാ ചോദ്യം. മതിയാകും എന്നാണ് പറയുന്നത്. അതാ ഒരൽപ്പ സ്ഥലം മറന്നുപോയി, കണ്ടില്ല, കഴുകിയില്ല, വെള്ളായില്ല. മൂന്ന് വട്ടം വുളൂ ചെയ്തപ്പോ ഓരോന്നും 3 പ്രാവശ്യം കൈകൾ സുന്നത്തുണ്ട്. അങ്ങനെ കഴുകിയപ്പോ അത് നനയുകയും ചെയ്തു. ഔ ഇയാദത്തി വുളൂഇൽ നിസ്യാനിൻ, എങ്ങനെ ഇവിടെ കുറച്ച് സ്ഥലം കഴുകാൻ മറന്നുപോയി, അതിന്റെ പേരിൽ ഒന്നും കൂടി ഉതിർത്തു. ഒന്നുകിൽ കഴിഞ്ഞിട്ട് എന്തോടോ ഇവിടെ നനഞ്ഞിട്ടില്ലല്ലോ. ഉസ്താമാരൊക്കെ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം, കുട്ടികൾ ഉതിർക്കുമ്പോ പോയി കൊടുക്കണം, പോയി നിന്നിട്ട് നോക്കണം, എന്നിട്ട് എന്താവണം, അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. നല്ല ഓർമ്മയിലേക്കും കുട്ടികൾക്ക്, മോനെ മുട്ട് നനഞ്ഞില്ലടാ, ഒന്നും കൂടെ നനിപ്പിഷ്കല്ലടാ എന്ന് പറഞ്ഞു കൊടുക്കണം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഗുണം പറയുന്നുണ്ട്, അതും കൂടെ പറഞ്ഞു കൊടുക്കണം. അല്ല കേൾക്കണ മര്യാദക്ക് എന്താണ് അങ്ങനെ കേൾക്കണമെന്നല്ല. അത് കുട്ടികളെ ഞാൻ ഇപ്പൊ പോലീസ് വിളിച്ചോട്ടോ, എന്താ പറയുക, പേടിപ്പിച്ചാളോ, അത് വേണ്ട. നമ്മളെന്ത് ചെയ്താൽ മതി, മോനേന്ന് വിളിച്ച, ആദ്യം തന്നെ മോനേന്നാ വിളിക്കണേ, മോനേന്ന് വിളിക്കണം, അല്ലെങ്കിൽ മോളെ. അങ്ങനെയല്ല കഴുകേണ്ടത്, ഇങ്ങനെ കഴുകണം, ഫുള്ളിട്ടോ എന്ന് വേണം. ട്രിക്ക് വേണമെന്നാണ് ബഹുമാനോട് ശൈഖൻ എപ്പോഴും പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു വയസ്സായ മനുഷ്യൻ അവിടെ നിന്ന് ഉതിർത്തിരുന്നു. അപ്പൊ ഉതിർത്ത് ശരിയായിട്ടില്ല എന്ന് ഓൽക്ക് ഉണ്ടാക്കും ബോധ്യായി. പഴിച്ചിട്ട ഉതിർത്ത് വയസ്സായ മനുഷ്യന്. അപ്പൊ ഓരോ തന്നെ ഇങ്ങനെ, ഇപ്പൊ ഞങ്ങൾക്ക് ഒന്ന് ഉതിർക്കലൊന്ന് കാണിച്ചു തരുമോ, അല്ലെങ്കിൽ ഞങ്ങൾ ഉതിർക്കൊന്ന് ശരിയാ നിങ്ങൾ നോക്കുവോ ചോദിച്ചു. അങ്ങനെ ഓല് ഇങ്ങനെ ഉതിർത്തു. അപ്പൊ കഴിഞ്ഞപ്പോ വയസ്സൻ പറഞ്ഞു, എത്ര മക്കളെ, ഇന്റെ ഒന്നും ശരിയായിട്ടില്ലേ, നിങ്ങളൊന്നും ശരിയാ, ഞാൻ മാറ്റിയെടുത്തോളട്ടോ പറഞ്ഞു. അങ്ങനെ ആയിരിക്കണം നമ്മളത്. നമ്മള് അങ്ങോട്ട് ശരിയാണെന്ന് അവർക്ക് നോക്കിച്ചാൽ മതി. നിങ്ങളൊന്നും ശരിയായിട്ടില്ല കേട്ടോ, ഇവിടെ ഒന്ന് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ എന്താവും, ഇവിടെ എത്ര മൂല്യന്മാർ ജോലി ചെയ്തിരിക്കണം. നിങ്ങൾ ഇന്നലെ വന്ന് കയറി, നിങ്ങൾക്കൊരു പുതിയ മസാലയും മധുബൊക്കെ പോയിക്കോളി, നിങ്ങൾ അവിടെ നിന്ന്. അങ്ങനെയല്ലേ? അങ്ങനെയല്ല, അതൊക്കെ എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ആ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോഴേ നടക്കുള്ളൂ. മനസ്സിലാവുണ്ടോ? ഒരു സോദുർക്കൽ മത്സരമായിക്കോട്ടെ, നാളെ ബലൂൺ പൊട്ടിക്കൽ മത്സരം ഉണ്ടാക്കി ഏതോ സമ്മേളനത്തിന്, വേറൊന്നും ഞാൻ പറയില്ല, അതിന്റെ പണിയല്ലാത്തോണ്ടാണ്. എന്നിട്ട് ഊതി പൊട്ടിച്ചാണ്, വലിയ വലിയ താടിയുള്ള ഉസ്താദന്മാരൊക്കെ ഇങ്ങനെ ഊതി പൊട്ടിച്ചാണ്. സമ്മേളനത്തിന്റെ പേര് ഞാൻ പറയില്ലടോ, അതാണ് പ്രശ്നം. ബലൂൺ പൊട്ടിക്കുക. നമ്മൾ ഒതുർക്കലായിക്കോട്ടെ ട്ടോ. എന്നിട്ട് എന്തെങ്കിലും മാർക്കിടുക. കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യല്. ജമാഅത്തിന് ഒന്നിന് മാർക്കിടും, ഒന്ന് സൂക്ഷിച്ചെടുത്തതിന് മാർക്കിടും ഒക്കെ നോക്കിയിട്ട്. അത് നോക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, മറ്റവനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, എന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഇനി എന്ത് ചെയ്യാ, അല്പഭാവം മറന്നതിന് വേണ്ടി രണ്ടാമത് ഒന്നും കൂടിയാണ് മടക്കി ഒന്നെടുത്തു കേട്ടോ. ലാ തെജിദീദിൻ, തെജിദീദിന്റെ ഒന്നു പറഞ്ഞ സംഭവം ഉണ്ട്. അതെന്താ തെജിദീദ് പറഞ്ഞാല്,
നമ്മൾ ഒരു ഒന്നെടുത്ത് പോയി, എന്നിട്ട് എന്ത് ചെയ്തു? ഫർളോ സുന്നത്തൊക്കെ സംസ്കരിച്ചു. പിന്നെന്താ അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ജമാഅത്തിനായി. അപ്പൊ നമുക്ക് ഒന്നും മുറിഞ്ഞിക്കണോ? ഇല്ല, ഒന്നൊക്കെ കറക്റ്റാ. ചില ആൾക്കാരെ ഒന്നും മുറിയാനില്ല, രാവിലെയാണ് കയറിയ വൈകുന്നേരം വരെ ഒന്നും ഉണ്ടാവും. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. മുറി നേരത്ത് മാത്രമേ ഒന്നും മുറിയാൻ പാടുള്ളൂ. മനസ്സിലാവുണ്ടോ? അസുഖബാധിതരാണ്. ഇപ്പൊ നമ്മളതിനെ പറ്റി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യാ? അടുത്ത ജമാഅത്തിനെത്തിയപ്പോ സമയമുണ്ട്, എന്നാ ഒരു ഒന്നു പുതുക്കൽ സുന്നത്തുണ്ട്. അപ്പോ ശരിക്ക് തജ്ദീദിന് ഒന്നു ചെയ്ത് ഞാൻ പുതുക്കി ഒന്നുണ്ടാക്കുന്നു എന്ന് മാത്രം നിയ്യത്ത് വെച്ചാൽ മതി, എന്നിട്ടാണ് കഴുകിയാൽ മതി. ഇവിടെ പുതുക്കി ഒന്നുണ്ടാക്കൽ പറ്റൂല എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് എന്നാണ്. അപ്പൊ ആദ്യം ഒരു ഒന്നെടുത്തു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞിക്കണേ. അപ്പോഴാണ് എന്തായത്? ഇവിടെ നഞ്ഞിട്ടില്ലല്ലേ, നഞ്ഞൊരു പുതുക്കി ഒന്നുണ്ടാക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട്? പുതുക്കണമെങ്കിൽ ആദ്യത്തെ ഉണ്ടാവണ്ടേ. എന്തോട് പെര പുതുക്കി ഉണ്ടാക്കി ചോദിച്ചോ? പുതിയ ഉണ്ടാക്കുന്നിടത്ത് നിങ്ങള് പുതിയ പെരക്ക് കുറ്റിയാണ് പുതിയ പുതുക്കി ഉണ്ടാക്കിയെന്ന് പറയില്ല. പഴയത് പൊളിച്ചിട്ടുണ്ടാക്കുമ്പോഴാണല്ലോ, അയിമക്കൂടി ഉണ്ടാക്കുമ്പോഴാണ് റിപ്പയർ ചെയ്യുമ്പോഴൊക്കെയാണ് പുതുക്കാറ്. അപ്പൊ അതിന് ആദ്യം ഇവിടെ പഴയത് ശരിയായിട്ടില്ല. അതേപോലെ ഇഹ്തിയാത്തി, ഇനിയിപ്പോ എവിടെയെങ്കിലൊക്കെ നഞ്ഞാത്തുണ്ടെങ്കിലോ, കഴിഞ്ഞ ഒന്നും സ്കെച്ചപ്പ് എന്തായിട്ടില്ല, എവിടെയെങ്കിലും ഇല്ലെങ്കിലോ അറിഞ്ഞിട്ടൊന്നുമില്ല, എന്നാ അങ്ങനെ അത് പറ്റൂല. ഇല്ലെങ്കിലോ എന്ന് പറഞ്ഞ നമ്മളിവിടെ മറന്നു എന്ന് കണ്ടിക്കണമെങ്കിൽ മാത്രം രണ്ടാമതും മൂന്നാമതും കഴിക്കുമ്പോൾ നനിയ, അല്ലെങ്കിൽ നീ അതിനു വേണ്ടി മടക്കി ഒന്നുണ്ടാക്കുകയൊക്കെ ചെയ്യണം. എന്നാ അജ്സഅഹു, അത് മതിയാകുന്നതാണ്.